നമ്മുടെ ഹൃദയത്തിന് ആഴങ്ങളിൽ ഈ ഒരു ചിന്ത ഉണ്ടാകട്ടെ. സകല മനുഷ്യർക്കുമുള്ളതാണ് രക്ഷ, അല്ലെ? ആ സത്യത്തിന്റെ പരിജ്ഞാനം, അതായത് രക്ഷ ക്രിസ്തുവിലൂടെ എന്നുള്ള ഏക മധ്യസ്ഥൻ ക്രിസ്തു എന്നുള്ള ആ സത്യത്തിന്റെ പരിജ്ഞാനം ജനം തിരിച്ചറിയേണ്ടതിന് നമ്മുടെ ഹൃദയത്തിനകത്ത് നമ്മുടെ ഹൃദയത്തിനകത്ത് ആഴമായ ഒരു ആഗ്രഹം ഉണ്ടാകട്ടെ. ഏത് വിധേനയും കർത്താവിനെ കുറിച്ച് ഇവർ തിരിച്ചറിയേണ്ടതിന്, കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ഇടിവിൽ നിന്നും പ്രാർത്ഥിക്കുന്നു എന്നുള്ള ആ ഒരു തീരുമാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ശക്തിയുണ്ട്. ഒരുപക്ഷെ സകല മനുഷ്യരും രക്ഷാപരിജ്ഞാനം പ്രാപിക്കുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയില്ല. എന്നാൽ പിതാവ് ആകർഷിക്കുന്ന എല്ലാവരും രക്ഷയിലേക്ക് കടന്നു വരും എന്ന് തന്നെയാണ് നമുക്ക് പറയുവാനായിട്ട് കഴിയുക. ഒരുപക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ സുവിശേഷത്തെ എതിർക്കുന്നവരും ഏറ്റവും കൂടുതൽ സുവിശേഷ വിരോധികളുമായിരിക്കുന്നവരായിരിക്കാം വരുന്ന ദിവസങ്ങളിൽ, വരുന്ന കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ കർത്താവിനെ കുറിച്ച് പ്രസംഗിക്കുന്നത്. അത് പൗലോസ് തന്നെ അതിനൊരു തെളിവാണ്. അതുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ എങ്ങനെ പ്രാർത്ഥിക്കാം? ദൈവമേ, ഏത് വിധേനയും അങ്ങയുടെ സുവിശേഷം അത് മറ്റുള്ളവരോട് പറയുവാനും മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ.